നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ടുകൾ എവിടെ പോയെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ ബി.ജെ.പിയുടെ വോട്ടുകൾ തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കുമ്പോൾ 6000-ലധികം വോട്ടുകൾ മാത്രമായി ചുരുങ്ങുകയാണ്. മറുഭാഗത്ത് അൻവർ തന്നെ 15,000-ലധികം കടക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും ദയനീയമായി ബി.ജെ.പി പരാജയപ്പെട്ടു? ബി.ജെ.പിയുടെ വോട്ട് ചോർച്ച എന്ന് പറയണമെങ്കിൽ പരിപൂർണമായിട്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞേ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അവിടെ 8000 വോട്ടാണ് കിട്ടിയത്. ആ സംഖ്യ മറികടക്കും എന്ന് തോന്നുന്നു. കാരണം ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം വോട്ടുകളല്ലേ എണ്ണിയിട്ടുള്ളൂ. ഇനിയും കുറച്ചുകൂടെ വോട്ടുകൾ എണ്ണാനുണ്ട്. അതിനു മുമ്പ് ബി.ഡി.ജെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോഴാണ് 2016 ഏതാണ്ട് 16,000 വോട്ടുകൾ അവിടെ എത്തിയത്. 12,000 പുറത്തേക്ക് വോട്ടുകൾ പോയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അത് 17 ഉയർത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു നവ്യ ഹരിദാസ് മത്സരിച്ചപ്പോഴും തരക്കേടില്ലാത്ത വോട്ട് അവിടുന്ന് കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ്. പൊതുവെ ബി.ജെ.പി പ്രവർത്തകരുടെ വോട്ട് ബി.ജെ.പിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പുതുതായിട്ട് നിഷ്പക്ഷ വോട്ടർമാരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പരാജയം. അതിന് ഒരു പ്രധാന കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. കൃത്യമായിട്ടും കേരളത്തിൽ അവിടെ ബി.ജെ.പിക്ക് വലിയ വേരോട്ടമുള്ള ഒരു മണ്ണല്ല നിലമ്പൂരിലേത്. എന്നാലും ബി.ജെ.പിക്കും ആർ.എസ്.എസിനും അത്യാവശ്യം പ്രവർത്തനമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ കൃത്യമായിട്ട് മത്സരിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് എം സ്വരാജ് അവിടെ മത്സരിച്ചത്. നിരവധി ഘടകങ്ങളുണ്ട് കേട്ടോ. അതിൽ ആ പിണറായിക്കും പിണറായി സർക്കാരിനും എതിരായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മളത് കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച നരേന്ദ്രമോദിക്ക് അനുകൂലമായ വലിയ തരംഗമുണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എതിരായൊരു വികാരവും ഉണ്ടായിരുന്നു. അനുകൂല തരംഗമൊക്കെ ഉണ്ടായിരുന്നു. എതിരായൊരു വികാരവും ചില സംസ്ഥാനങ്ങളിലെങ്കിലും നമ്മളത് കണ്ടു. മഹാരാഷ്ട്രയിലും യു.പിയിലും ഒക്കെ നമ്മളത് കണ്ടു. അവിടങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ബി.ജെ.പിക്ക് അവിടെ ഒരു ചെറിയ തിരിച്ചടി കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ബി.ജെ.പി 240 സീറ്റുകളിലേക്ക് ഒതുങ്ങിയത്. 400-ലധികം സീറ്റുകൾ എൻ.ഡി.എ നേടണം എന്ന ലക്ഷ്യം വെച്ചാണ് ബി.ജെ.പി മുന്നോട്ട് പോയത്. പക്ഷേ സംഭവിച്ചത് തിരിച്ചാണ്. പിന്നെ ഘടകകക്ഷികൾ ഉള്ളതുകൊണ്ട് ബി.ജെ.പിക്ക് ഭരണത്തിൽ വരാൻ അത് തടസ്സമായില്ല. അവർ ഭരണത്തിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ 9 വർഷം ഭരിച്ച പിണറായി സർക്കാരിനെതിരായ ഒരു വികാരം സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും പിണറായി സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ എതിർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളത് ജനങ്ങൾ മൊത്തത്തിലെടുക്കുന്ന ഒരു തീരുമാനമാണ്. അവിടെ വളരെ കൃത്യമായിട്ട് പാർട്ടി വോട്ടുകളും പാർട്ടി അനുഭാവ വോട്ടുകളും ഒപ്പം ഈ പാർട്ടി വഴി സഹായങ്ങൾ, പലവിധ സഹായങ്ങൾ, പഞ്ചായത്തുകളിൽ ഭരണമുണ്ട് അവിടെ CPM-ന്. അപ്പോൾ അവിടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ആ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഒക്കെ ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. വോട്ടർമാരെ അവർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അനുസരിച്ച് വരുന്ന കുറേ വോട്ടുകളുണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്താണ് സ്വരാജ് ഇപ്പോൾ ഈ ഇത്രയും വോട്ട് പിടിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും അതിനെ മറികടക്കുന്ന തരത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പോവുകയും അൻവർ അവിടെ ഒരു ചെറിയ സംഖ്യ വോട്ട്, ഒരു 15,000 വോട്ടെങ്കിലും ഇപ്പോൾ നിലവിൽ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അൻവർ അത് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. അതൊരു 20,000-ന് പുറത്തേക്ക് ആ വോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് പൊതുവെ. എന്തായാലും ഒരു 18,000-ന് മേളിലേക്ക് ആ വോട്ട് പോകും എന്ന് തീർച്ചയാണ്. ബി.ജെ.പി 6,000 എന്നുള്ളത് ഒരു 2,000 വോട്ട് കൂടെ പിടിച്ച് കഴിഞ്ഞ തവണ പിടിച്ച അതേ വോട്ട്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നത് അവർക്ക് പുതിയ പ്രസിഡന്റ് വന്നു, രാജീവ് എന്ന പ്രസിഡന്റ് വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. അതിലേക്ക് വരാം. അതെ, ആ പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടാകും. അതിലേക്ക് വരാം. ഈ തിരിച്ചടിക്ക് ഒന്നാമത്തെ കാരണം സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്. ഇതൊരു അപ്രസക്തമായ തെരഞ്ഞെടുപ്പാണെന്നും ഞങ്ങളിതിൽ മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നും അദ്ദേഹം വളരെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നമ്മൾ എത്ര അപ്രസക്തനാണെങ്കിലും എത്ര ദുർബലമാണെങ്കിലും മത്സരിക്കുമ്പോൾ ഒരിക്കലും പരാജയം സമ്മതിച്ചുകൊണ്ട് മത്സരിക്കരുത്. ഇത് ഞങ്ങളുടെ മണ്ഡലമല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും തോറ്റുപോകും എന്ന് പറഞ്ഞല്ല രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത്.
ഒരു പക്ഷേ അത് ആ മണ്ഡലത്തിൽ തോൽവി ഉണ്ടാകും. പക്ഷെ ആ മണ്ഡലത്തിൽ ഒരു കരുത്ത് കാണിച്ചിരുന്നെങ്കിൽ BJP അവിടെ ഇന്നിപ്പോൾ അൻവർ ഈ ഒറ്റയ്ക്ക് പിടിച്ച വോട്ട് BJP അതിനെ കവച്ചു വയ്ക്കുന്നു. ഒരു 25,000 വോട്ട് BJPക്ക് അവിടെ പിടിച്ചെടുക്കാൻ പ്രയാസമൊന്നുമില്ല. BJPക്ക് മെഷീനറി ഉണ്ട്, പണമുണ്ട് കയ്യിൽ, പ്രചാരണത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ പറയുന്ന നേതാക്കളെല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും നിലമ്പൂരിൽ നിന്ന് വേണ്ട വിധത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ BJPക്ക് ഒരു 25,000 വോട്ട് പിടിച്ച് കരുത്ത് കാണിക്കാമായിരുന്നു. അവിടെ അതിനെ അർഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ, ഇപ്പോൾ ഈ മോഹൻ ജോർജ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളാണ്, പുതിയ ഒരാളാണ്. അവിടെ തന്നെയുള്ള പ്രവർത്തകരിൽ നിന്ന് ഒരാളെ കണ്ടെത്തി ഒരു ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയെയോ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ചേലക്കര കണ്ടിട്ടുണ്ടല്ലോ. അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. അവിടെ നവ്യ ഹരിദാസിനെ തന്നെ നിലമ്പൂർ നിർത്തിയിരുന്നെങ്കിലോ അതൊരു നല്ല നീക്കമായിരുന്നു. പക്ഷെ അതിന് പകരം തുടക്കത്തിലെ തോൽവി സമ്മതിച്ചു. തുടക്കത്തിലെ തെരഞ്ഞെടുപ്പ് അപ്രസക്തമാണെന്ന് പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പുകളും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചു അപ്രസക്തമല്ല. അവർക്ക് അവരുടെ കരുത്ത് കാണിക്കാനുള്ള അവസരമാണ്. ജനങ്ങൾ ഞങ്ങളെ എത്ര സ്വീകരിച്ചിട്ടുണ്ട്, ജനസമ്മതി ഞങ്ങൾക്ക് എത്രയുണ്ട് എന്ന് തെളിയിക്കാനുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പും. ഇവിടെ BJPക്ക് കാലിടറിപ്പോയി. സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഈ രാഷ്ട്രീയമായ പരിചയക്കുറവ് അദ്ദേഹത്തെ കൊണ്ടങ്ങനെ പറയിച്ചു. അത് വലിയ തിരിച്ചടിയായി. അതൊന്ന്. രണ്ട്, നമുക്ക് ചേലക്കര നമ്മുടെ മുന്നിലുണ്ട്. ചേലക്കര BJP 20,000 വോട്ടുണ്ടായിരുന്ന BJPയാണ് അവിടെ 34,000 വോട്ടിലേക്ക് എത്തിയത്. ക്രമാനുഗതമായ വളർച്ചയാണ്. 2016 അതുപോലെ തന്നെ 2021 ഇപ്പോഴിതാ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒന്ന് ആലോചിക്കണം. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കടന്നു വന്ന് ആ രണ്ട് മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് 34,000 വോട്ട് പിടിച്ചു എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. LDFിൻ്റെ ഭൂരിപക്ഷം 40,000-ൽ നിന്ന് 10,000-ലേക്ക് ചുരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. UDFന് അവർ നേടിയ വോട്ടുകൾ നിലനിർത്താനേ സാധിച്ചുള്ളൂ. അതേസമയം BJPക്ക് അവിടെ 14,000-ഓളം വോട്ടുകളുടെ വർധനവാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് ചെറിയ കാര്യമല്ല. ഭാവിയിൽ അത് വലിയ നേട്ടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷേ ചേലക്കര മണ്ഡലം പിടിച്ചെടുക്കുന്നതിലേക്ക് അത് വഴിമാറും എന്ന് നമുക്ക് കാണിച്ചു തരുന്നൊരു തിരഞ്ഞെടുപ്പായിരുന്നു. സമാനമായിട്ട് നിലമ്പൂരും BJPക്ക് ശക്തി തെളിയിക്കാമായിരുന്നു. BJP അത് ചെയ്തില്ല. പകരം ആ നിഷ്പക്ഷ വോട്ടുകൾ, ജനകീയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷ്പക്ഷ വോട്ടുകൾ പിടിച്ചെടുത്തിരുന്നെങ്കിൽ അവിടെ വലിയ എന്താ പറയണ്ടേ, ഒരു അട്ടിമറി നിലമ്പൂരിൽ നടന്നേനെ. ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വോട്ടുകൾ കുറേ വരും, സ്വരാജിന് കിട്ടേണ്ട വോട്ടുകൾ കുറേ വരും. ഇതെല്ലാം വന്നു ചേരുമ്പോൾ BJP വാസ്തവത്തിൽ അവിടെ ഈ രണ്ടു പേരെയും അവരുടെ വിജയത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മഹാശക്തിയായി മാറിയേനെ. അതിന് BJPക്ക് സാധിച്ചില്ല. അതിന് BJPയുടെ പരാജയം, BJPക്ക് എന്തുകൊണ്ട് തിരിച്ചടി കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്, സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനൊരു നിലപാടെടുത്തത് BJPക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയായി. പിന്നീട് BJP സ്ഥാനാർത്ഥി ആരാണ് എന്ന് പോലും ഒരു കൺഫ്യൂഷൻ വന്നു. BDJSന് കൊടുത്താലോ, BDJS മത്സരിക്കുന്നില്ല, അവർ പിന്മാറി. പിന്നെ BJPക്ക് ഉള്ളിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെയാണ് കേരള കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വരാൻ തയ്യാറായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇതൊന്നും ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിജയം നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. അതിനെ ഒന്നും വേണ്ട വിധത്തിൽ സംതൃപ്തിപ്പെടുത്താൻ BJPക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. മണ്ഡലത്തിന് പരിചിതനായ ഒരാളെ അവിടെ നിർത്തി എന്നുള്ള ഒരു നേട്ടം, അല്ലെങ്കിൽ അങ്ങനൊരു ഗുണം BJPക്ക് ഉണ്ടായെങ്കിലും അത് ഈ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് വന്ന മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നയാളാണ്, സ്ഥാനമോഹിയാണ്, ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വന്നു തുടങ്ങിയ പ്രചാരണങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അത് വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ BJPക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് BJP അവിടെ ഇത്രയും വലിയൊരു സെറ്റ് ബാക്കിലേക്ക് പോയത്. പക്ഷേ അപ്പോഴും BJPക്ക് ആശ്വസിക്കാം, കഴിഞ്ഞ വർഷത്തെ വോട്ടിംഗ് ശതമാനം ഇക്കുറിയും അത്രയും വോട്ടുകൾ നേടാൻ സാധിച്ചു. 10,000-നടുത്തേക്ക് BJP വോട്ടുകൾ പോകും എന്ന് ഞാൻ കരുതുന്നു. അതിനപ്പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അൻവർ അതേസമയം 18,000-ന് പുറത്തേക്ക് അൻവർ പോകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു 15,000 വോട്ടിൻ്റെ എങ്കിലും ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണം. അങ്ങനെ ജയിച്ചാൽ അത് LDFന് വലിയ വെല്ലുവിളി തന്നെയാണ്. LDFിൻ്റെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തുടർഭരണം എന്ന LDFിൻ്റെ ആ സ്വപ്നം അതിന് വലിയ മങ്ങലേൽപ്പിക്കുന്നതാണ് ഈ നിലമ്പൂരിൽ
ഉണ്ടായിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.